ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്തൊരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് കാർഡ് മാത്രം റിവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി ഞാൻ ടെക്സ് റിവേഴ്സായിട്ട് സൂക്ഷിക്കാറില്ല, എല്ലാം അപ്രൈറ്റ് പൊസിഷനിൽ തന്നെയാണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്നെന്തോ ഷഫിൾ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു തരത്തിൽ റിവേഴ്സായിട്ടാണ് കിട്ടിയത്. പിന്നെ ഞാനത് മാറ്റിയില്ല, എന്തെങ്കിലും ഒരു പർപ്പസ് ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്, അതായത് അത് ഇല്ലാണ്ടേ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ലെസ് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്ന ആൾക്കാരുടെ സ്പ്രെഡല്ല, തീർച്ചയായിട്ടും ഒരു നോ കോണ്ടാക്റ്റിലാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന സമയം ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തികൾക്കായിരിക്കും ഇത് വളരെയധികം റെസനേറ്റ് ആവാനുള്ള ചാൻസ്. കാരണം ഇത് അവസാനിച്ചു, അല്ലെങ്കിൽ ഇനി ഇതിനൊരു ഭാവി ഉണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കരുതിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ഈ ഒരു ഡെത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ഒന്നിൻ്റെയും ഒരു അവസാനമല്ല, തീർച്ചയായിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്നത് പോലെ തന്നെ റീബർത്തും ഉണ്ടാവും. ഏത് രാത്രിക്കും ഒരു പകലുണ്ട് എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ തന്നെയാണ് പല കാര്യങ്ങളും. ചിലപ്പോഴൊക്കെ നമ്മളുടെ ലൈഫിൽ വരുന്ന പല കാര്യങ്ങളും റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ജോലിയായിരിക്കാം. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എക്സാമിനൊക്കെ ഫെയിലായി അല്ലെങ്കിൽ ഫെയിലാകുമോ എന്നൊക്കെയുള്ളൊരു ഭയം കാരണമൊക്കെ പോയി ജീവൻ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ തീർച്ചയായിട്ടും നല്ലൊരു നാളെ നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രത്യാശയിൽ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്നാണോ എൻഡ് ആയത്, അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോണ്ടാക്റ്റോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കട്ടായി പോയിട്ടുള്ളത്, ആ ഒരു ദിവസം വരെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയർ ബൈ ആയിട്ടുള്ള ദിവസങ്ങൾ വരെ നിങ്ങൾ വളരെ നല്ല രീതിയിലായിരിക്കാം പോയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദിവസം വരെ നിങ്ങളോട് അത്രയും സ്നേഹത്തിൽ അല്ലെങ്കിൽ അത്രയും കാര്യമായിട്ട് സംസാരിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾക്ക് സ്പേസ് തന്നിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾക്കൊരു ക്വാളിറ്റി ടൈം തന്നിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരുമിച്ചായിരുന്നു, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ വിട്ട് പോകുമെന്ന് യാതൊരു സംശയവും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ യാതൊരു സംശയവും തോന്നാത്ത രീതിയിലാണ് അവരൊരു ദിവസം അപ്രത്യക്ഷരായത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു സൂചനയും നിങ്ങൾക്ക് ഈ വ്യക്തി തന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു തോന്നലും ഇല്ലാതെ ഇതിനി കണ്ടിന്യൂസ്ലി എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിരുന്നത്, കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കാം ചിലപ്പോൾ ചിലവരുടെ കേസസ്, അല്ലെങ്കിൽ ചിലവരുടേതാണെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവണമെന്നില്ല, വലിയ കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ അറ്റ്ലീസ്റ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയൊക്കെ പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതങ്ങനെ തന്നെ പോയിക്കോളും എന്നുള്ളൊരു ധാരണയിലായിരിക്കും നിങ്ങൾ. പക്ഷെ അതുവരെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇവർ വാനിഷായി, അവരവരുടെ കാര്യത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അവരവരുടെ ലൈഫിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒളിച്ചുകളി പോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. നമ്മളുടെ കൂടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒന്നും പറയാതെ പോയിരിക്കുന്നു, എന്താ സംഭവിച്ചതെന്നറിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറ്റിയെന്നറിയില്ല. അതുവരെ അത്രയും നാൾ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവർക്കൊരു ഭാവമാറ്റം വരാൻ, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ തനിച്ചാക്കി പോകാൻ മാത്രം എന്താണ് ഇപ്പോൾ ഉണ്ടായതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ അവർ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും മെസ്സേജ് അയച്ച് വീണ്ടും ഇവരിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഹേർട്ട് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവർ വളരെ സൈലൻ്റായിട്ട്
ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പോലെ ഒന്നും മിണ്ടാതിരുന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജസ് നോക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സീനാക്കിയാൽ മറുപടി തരാതിരുന്നൊരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എല്ലാം ഇപ്പോൾ നമ്മളൊരു കോൺടാക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സംഭവങ്ങളും കളഞ്ഞിട്ടായിരിക്കാം അവർ പോയിട്ടുണ്ടാവുക. അവരിലേക്ക് നിങ്ങൾ എത്താതിരിക്കാൻ ആ ഒരു രീതിയായിരിക്കാം ചിലപ്പോൾ അവർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു വ്യക്തിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം മാഞ്ഞു പോയൊരു വ്യക്തി, മാഞ്ഞു പോയതെന്ന് തന്നെ പറയാം. നിങ്ങളെ ഒരു മൂടൽ മഞ്ഞത്താക്കിയിട്ട് അവർ മാഞ്ഞുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ തന്ന് നിങ്ങളെ ഒരു വണ്ടർലാൻഡിൽ കൊണ്ടിരുത്തി കഴിഞ്ഞിട്ട് ഒരു സ്വപ്നം പോലെ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പ്രതീതിയായിരിക്കും ഈ ഒരു സിറ്റുവേഷനകത്ത് വന്നിരിക്കുന്ന വ്യക്തികൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു നോ കോണ്ടാക്റ്റ് പീരീഡിലാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കാക്കി, അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ്സൊക്കെ നിങ്ങൾ നേരിട്ട് മുന്നോട്ട് വന്നൊരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ അത്രയും ബ്രേവായിട്ടുള്ള വ്യക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു സിറ്റുവേഷൻ വളരെ ധീരമായിട്ട് അതിജീവിച്ച് മുൻപോട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഒരു സെൽഫ് സസ്റ്റെയിൻ എന്നൊക്കെ പറയുന്നത് പോലെ നിലനിൽക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് നിൽക്കുന്നൊരവസ്ഥയിലാണ്. നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ റീഡിംഗ് ആയിട്ടാണെന്ന് തോന്നുന്നു, വളരെ നമ്മൾ ഇതിനകത്ത് നിന്ന് പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് വരാൻ സാധിക്കാത്ത വ്യക്തികളെയാണ് കാണുന്നതെങ്കിൽ ഇത്തവണ നമുക്ക് നേരെ തിരിച്ചായിട്ടുള്ളൊരു പേഴ്സൺസിനെയാണ് കൂടുതലും കാണുന്നത്. അത്രയധികം ജീവിതത്തിൽ നല്ല രീതിയിൽ പടപൊരുതി മുൻപോട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ തോറ്റു കൊടുക്കാനായിട്ട് സൗകര്യം ഇല്ല എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് മുൻപോട്ട് പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത്. അപ്പോൾ ഇത് റീഡിങ്ങിനകത്ത് വന്നിട്ടുള്ള ഒരു എനർജി ആണെങ്കിൽ കൂടിയും, ഇത് നിങ്ങളുടെ ഒരു എനർജി ആയിട്ടാണ് നമ്മൾക്കിത് റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നത് എങ്കിൽ കൂടിയും, അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും അതെല്ലാം ഫേസ് ചെയ്ത് മുൻപോട്ട് പോകുന്ന, അല്ലെങ്കിൽ കരഞ്ഞിരിക്കാനും തളർന്നിരിക്കാനും മനസ്സില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ എന്താ പറയുന്നത്, നമുക്കൊരു മോട്ടിവേഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ ഒന്നും പറയാതെ പോകേണ്ടുന്നൊരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ വന്നിട്ടില്ല. കാര്യം നമ്മളിവിടെ അവരുടെ ഒരു നെക്സ്റ്റ് ആക്ഷനും പ്ലാനും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിതിൽ നിന്നും മിണ്ടാതെ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന തന്നിട്ട് അവർ പോയി എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ കൂടിയും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതാണോ ലാസ്റ്റത്തെ ഒരു പോക്ക്, അല്ലെങ്കിൽ ഇനി നിങ്ങളോട് മിണ്ടാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കില്ലേ എന്നുള്ളൊരു ഉറപ്പ് ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടില്ല. അവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ യെസ് ആണോ നോ ആണോ എന്നറിയാതെ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വരട്ടെ എന്നുള്ളൊരു രീതിയിലാണ് അവരിതിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. ആ ഒരു കാര്യം നമുക്കിവിടെ വളരെ വ്യക്തമാണ്. അപ്പോൾ പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ആയിട്ടും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ കൂടുതലും നമുക്ക് ഈ ഒരു റീസെൻ്റ്ലി നടന്നിട്ടുള്ളൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. ഒരുപാട് നാളുകൾ തീർച്ചയായിട്ടും ഇതിനകത്ത് കടന്നു പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഉയർത്തെണീറ്റ് ഇന്നത്തെ ഒരു പൊസിഷനിലേക്ക് വന്നതല്ല, അല്ലെങ്കിൽ അത്രയും ഒരു ബോൾഡായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ പോയ പിറ്റേ ദിവസം ശരിയായതുമല്ല. ഒരുപാട് സമയം നിങ്ങൾക്ക് വേണ്ടി വന്നു, ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ എടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു അകൽച്ചയ്ക്കും കുറച്ചധികം ഒരു കാലപ്പഴക്കമുള്ളതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഇതിനകത്ത് തിരിച്ചു വരാൻ സാധിക്കുമോ ഇല്ലയോ ഇതൊന്നും വലിയ ഉറപ്പില്ലാതെ പോയതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാവിയെക്കുറിച്ച് അവർ കൺസേൺ ആയിരുന്നില്ല ആ ഒരു സമയത്ത്. എന്താണെന്നുണ്ടെങ്കിലും അവരതിൽ നിന്ന് പോയി, ആ ഒരു കാര്യം നമുക്കറിയാം. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഇവരെന്തോ ഒളിവിൽ പോയൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം എന്നൊക്കെ പറയുന്നത് പോലെ മാറി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു, നിങ്ങൾക്ക് യാതൊരു പിടിയും തരാത്തൊരവസ്ഥയായിരുന്നെങ്കിൽ കുറച്ച് നാളുകളായിട്ട് അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ സാധിച്ചേക്കാം, നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാൻ സാധിച്ചേക്കാം. എങ്കിൽ കൂടിയും നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന മാറ്റമായിരിക്കാം ഇതെല്ലാം അവർ അറിയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് ഇവരൊരു കംഫർട്ട് സോണിനകത്തായിരുന്നു. അപ്പോൾ എന്താണ് കാര്യം നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും അത് വിട്ട് പുറത്ത് വരാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഷെല്ല് വിട്ട് പുറത്ത് വരാനായിട്ട് ഈ ഒരു വ്യക്തി കൂട്ടാക്കിയിട്ടില്ല. അത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പേഴ്സണൽ മാറ്റർ ആയിരിക്കാം, ഫാമിലി മാറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ധനപരമായിട്ട് അവരെ പുറകിലേക്ക് വലിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കംഫർട്ട് സോൺ എന്നുള്ളൊരു ഷെല്ലിനകത്ത് ജീവിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ആ ഒരു പേഴ്സൺ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ എന്തുകൊണ്ടാണോ നിങ്ങളിൽ നിന്ന് മറഞ്ഞു നിന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നതിൻ്റെ റീസൺ നമുക്ക് വളരെ വ്യക്തമായിട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടിയും അവർക്ക് കുറച്ചധികം സമയം ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് സ്പേസ് ആവശ്യമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു കൺട്രോളിങ് ഉണ്ടായിരുന്നു. മേ ബി നിങ്ങളായിരിക്കാം ആ ഒരു പേഴ്സണെ ചിലപ്പോൾ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവരായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് കൂടുതൽ പറയാൻ സാധിക്കുന്നത് നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണെ ഏതെങ്കിലും തരത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഈ ഒരു പേഴ്സണ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ച് സ്പേസ് അത്യാവശ്യമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് സമയം അത്യാവശ്യമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ആ ഒരു കാലയളവിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വാല്യൂ ഈ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞത്. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴും ഇവർ വളരെ അധികം പാഷനേറ്റായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നതെങ്കിൽ കൂടിയും മാറി നിന്നപ്പോഴാണ് നിങ്ങളുടെ ഒരു വില അറിഞ്ഞത്. നമ്മൾ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയത് നിങ്ങളിൽ നിന്ന് മാറി നിന്ന് ആ കുറച്ചധികം നാളുകളിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഭാവി ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും ഒരു തീർച്ചയില്ലാതെ പോയിട്ടുള്ള വ്യക്തിയാണ്. ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ ഇതിൽ നിന്ന് പോയിട്ടുള്ളത്. അവരുടെ സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ മാറിപ്പോയിട്ടും പലപ്പോഴും അവർക്ക് നിങ്ങളുടെ ഒരു തോട്ട്സ് തന്നെയാണ് കയറി വന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു എന്നുള്ളതാണ്. മാറി നിൽക്കുന്ന ഒരവസരത്തിൽ, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ മാറിപ്പോയതാണെന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങളുടെ തോട്ട്സ് ആ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ്, നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിക്ക് അവരുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയൊരു സമയം കൂടിയായിരുന്നു അത്. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ മനുഷ്യർക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, നമ്മൾ വലിയ ഒരു ഓവർ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ കയറി ചില കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ട് പോവാം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകും. പക്ഷെ കുറച്ചധികം മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ വിചാരിച്ച അത്രയും എളുപ്പമായിരുന്നില്ല ഈ സംഗതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണിലും തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് അവർ വളരെ സ്നേഹത്തോടെയും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയൊക്കെ പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ചില ഡ്രോബാക്സോ കാര്യങ്ങളോ ഈ ഒരു പേഴ്സൺ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. ഒരുപക്ഷെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ കാര്യങ്ങളോ ഇവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വലിയ ഒരു എംഫസിസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. കാരണം നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഒരു ടെമ്പറൻസ് റിവേഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മേ ബി ഇവരുടെ ഒരു ക്യാരക്ടറും അങ്ങനെ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ പാവമായിട്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണാണ് വളരെയധികം ശാന്തമായിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക. കാരണം പല കാര്യങ്ങളും ചിലപ്പോൾ ആളുകളോട്, നിങ്ങളോട് മാത്രമല്ല മറ്റുള്ള എല്ലാവരോടും എടുത്തടിച്ച പോലെ സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത വളരെ സൈലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ കാം ആൻഡ് ക്വൈറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു പേഴ്സണായിരിക്കും. പൊതുവെ ആളുകളെയൊക്കെ അത്രയധികം ഹേർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യത്തിന് റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ഷുവറായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവർക്കത് ഓർത്തിട്ടൊരു കുറ്റബോധമുണ്ട്, അല്ലെങ്കിൽ വളരെ വിലപിടിപ്പുള്ളൊരു സംഭവമാണല്ലോ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നുള്ളൊരു ഗിൽറ്റ് ഫീലിംഗ് ആൾക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് കാര്യങ്ങളിലേക്കാണ് അവർ നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർ ആ വരാതെ തടഞ്ഞു നിൽക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആൾക്കൊരു ഭയവും ഉണ്ട്. ആ ഒരു ഭയം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് മിണ്ടാതെ പോയത് കൊണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു ക്യാരക്ടർ നല്ലതുപോലെ അറിയുന്ന വ്യക്തി ആയതുകൊണ്ടായിരിക്കാം. കാരണം ഇനി അവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായി, ഒരറിവും തന്നില്ല, വലിയ സ്നേഹത്തിലിരുന്നിട്ട് പെട്ടെന്ന് പോയി കളഞ്ഞു. അപ്പോൾ നിങ്ങളെന്തായാലും വെറുതെ വിടൂല്ല എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ആ ഒരു ഭയം ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എന്നുള്ളത് നിങ്ങളോട് അപ്പോളജി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്നൊരു അപ്പോളജി നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി നിങ്ങളിലേക്ക് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഭയത്തിന് മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ആ ഒരു പഴയ ആളല്ല എന്ന ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് അവർ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ, അവർ പോയാൽ പിന്നെ നിങ്ങൾ ആകെ മാറിപ്പോയോ, നിങ്ങളാകെ തളർന്നിരുന്നു പോയോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ആ ഒരു പേഴ്സൺ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണോ നിങ്ങളുടെ പ്രവർത്തന മേഖല, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഒരു മൈൻഡ്, ഇതൊക്കെ വളരെ ലൗഡായിട്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ടാവാം. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ തളർന്നിരുന്നിടത്തു നിന്നൊക്കെ നിങ്ങൾ എണീറ്റ് വന്നു എന്നുള്ളത് ഇവരറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പഴയ വ്യക്തിയല്ല നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരുപാട് മാറ്റം വന്നു, നിങ്ങളൊന്ന് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ടൈം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങളവർ അക്സെപ്റ്റ് ചെയ്യുമോ, എന്താണെന്നുണ്ടെങ്കിലും മിണ്ടാതെ പോയതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുള്ളത് അറിയാം. അതുകൂടാതെ തന്നെ അവർ സ്നേഹിച്ചിരുന്ന ആ ഒരു സമയത്ത് എന്തും അവർക്ക് കൊടുക്കാൻ റെഡിയായിട്ടിരുന്ന ഒരു വ്യക്തിയല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളതെങ്കിൽ അവർ വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം എന്നുള്ളതിൽ അവർക്ക് പേടിയുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതായിട്ടല്ല കാണുന്നത്. കുറച്ചധികം നാളുകളായിട്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ഒരു ചിന്ത അവർ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് വന്ന് അപ്പോളജി പറയണം, നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതിലും അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചതിലും അപ്പോളജി പറയണം. പിന്നെ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരണം, ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഒറ്റ റീസണേ ഉള്ളത്, വേറെ ഒന്നുമല്ല, നിങ്ങളെന്താണ്, നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. അവർ ആ ഒരു മാറ്റത്തിലൂടെയാണ് അവരത് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ചില വ്യക്തികളോ ഒക്കെ ഒരു ബാധ്യതയായിട്ട് തോന്നിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കാണിക്കുന്ന ഓവറായിട്ടുള്ള സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന ഓവർ കൺസേൺ ആയിരിക്കും. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് പലപ്പോഴും വന്നേക്കാം. കാരണം നമുക്കത് ഓവറായിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ഒരു ട്രൂത്ത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം എന്തായിരുന്നു, അല്ലെങ്കിൽ എത്ര സ്നേഹം ആ ഒരു പേഴ്സൺ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും നമുക്കിതൊന്നും തരാനായിട്ടില്ല. അപ്പോഴാണ് ആ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു റിയലൈസേഷനാണ്. നമ്മൾക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകൾ കൊണ്ടോ പറഞ്ഞ് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ചില സമയത്ത് നമ്മൾ വളരെയധികം ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്തും ആ ഒരു പേഴ്സൻ്റെ മൈൻഡ്, അല്ലെങ്കിൽ അവർ തീർത്തും ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. ചിലപ്പോൾ അവരുടെ ചുറ്റും ഒരുപാട് ആളുകളൊക്കെ കാണും, ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ നമ്മളുടെ ഒരു കൂട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു പേഴ്സൺ നമ്മളുടെ കൂടെ ഉള്ളപ്പോഴാണ്. നമ്മളുടെ കൂടെ 10 പേരുണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് തോന്നണമെന്നോ അല്ലെങ്കിൽ ഫീൽ ചെയ്യണമെന്നോ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെയും നിങ്ങളുടെ ഒരു എനർജി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സണിൽ നിന്നുള്ളൊരു അപ്പോളജി, അതുപോലെ തന്നെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് അവരുടെ എനർജിയും നിങ്ങളുടെ എനർജി ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവർ നിങ്ങളിൽ നിന്ന് മാറി എന്നുള്ളതിന് മാത്രമാണ് നമുക്ക് കൂടുതലൊരു ക്ലാരിറ്റി ഇതിനകത്ത് വരാതിരുന്നിട്ടുള്ളത്. അവർക്കൊരു സ്പേസ് വേണമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമയം ആവശ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല, നിങ്ങളോട് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യവും ആയിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിനിടയ്ക്ക് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്തായിരുന്നു ആ മാറിപ്പോകാനുള്ള സാഹചര്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ തിരുവോണം നക്ഷത്രമാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, നമ്പർ 13 13 കേട്ടോ. നമ്പർ 1 കാസർഗോഡ്, നമ്പർ 20 ലെറ്റർ യു, ലെറ്റർ ജെ, ലെറ്റർ ഐ, നമ്പർ 22 letter R, Capricorn zodiac sign, number 2, number 3 June month, letter B,
Taurus zodiac sign. Number 27, number 15, number 10, letter C, number 24, Punardam Nakshatram, Virgo zodiac sign. Number 21, and finally ചോതി നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ആണോ, നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ആണോ, നിങ്ങളുടെ എനർജീസ് ആണോ, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ മനസ്സിൽ അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 101% ക്ലെയിം ചെയ്യാൻ പറ്റിയൊരു എനർജിയാണ്. കാരണം അത്രത്തോളം ആ ഒരു പേഴ്സൺ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ആ ഒരു ഷെല്ലെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും റെസ്പോൺസ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും അവർ പുറത്ത് കടക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇത്രയും നാളും അവർക്ക് വരാതിരിക്കാനായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഈ ഒരു പേഴ്സൺ മാറി മുന്നിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവരെ പിടിച്ച് പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.